ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. അപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം പറഞ്ഞ് എക്സാം ഇങ്ങനെ അടുക്കാറായി. ഇനി എത്ര നാളെ ഉള്ളത് നമ്മുടെ കയ്യിൽ? കൂടി വന്നേ 2 മാസം അല്ലേ? അതിൽ കൂടുതലൊന്നും ഇല്ല പ്രിലിമിനറിക്ക് വേണ്ടി. ഇനിയും ഈ പ്രിലിമിനറി ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടതാത്തതുമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും മറന്നു പോകരുത് കേട്ടോ. ഇനി ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാനിത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. PYQ നോക്കാതെ നമ്മൾ വാരി വലിച്ച് പഠിക്കുക എന്നുള്ളത് അങ്ങ് മാറ്റിവെക്കുക. എന്തിനാ PYQ നോക്കണം എന്ന് ഞാൻ പറയുന്നത്? പ്രധാനപ്പെട്ട പോർഷൻസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളോട് കൃത്യമായി നിങ്ങളൊന്ന് PYQ നോക്കണം എന്ന് പറയുന്നത്. എന്നാൽ ആ PYQ നോക്കുന്നതിനൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. എല്ലാ ദിവസവും PYQ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ അത് മാത്രം പഠിച്ചിട്ട് പരീക്ഷ ക്ലിയർ ചെയ്യാം എന്നുള്ള തെറ്റിദ്ധാരണയും വേണ്ട. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ മനസ്സിലാക്കാനും എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ധാരണ ക്രിയേറ്റ് ചെയ്യാൻ PYQ നിങ്ങൾ ഒരു എല്ലാ പ്രിലിമിനറിയുടെയും ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് പാറ്റേൺ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പഠിച്ചു തുടങ്ങുക. ഇത്രയും ദിവസവും പഠിച്ചിട്ടില്ലാത്തവരോടും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പഠനത്തിന് വളരെയധികം സഹായകരമാകുന്ന കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എന്ത് പഠിച്ചാലും റിവിഷൻ ചെയ്യണം. അത് ഒരുപാട് ലേറ്റ് ആവരുത് ഈ റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് നമ്മൾ ഹറിബറി ആയിട്ടാണ് പഠിക്കുന്നത് അല്ലേ? കാരണം പരീക്ഷ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു റിവിഷൻ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണം? ഒരു 1-2 ദിവസം കഴിയുമ്പോൾ അത് റിവിഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മനഃപൂർവ്വം നമുക്ക് നടക്കുമ്പോൾ റിവിഷൻ ചെയ്യാം, ട്രാവൽ ചെയ്യുമ്പം റിവിഷൻ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഒരു റീകളക്ഷൻ എന്ന് പറയുന്നത് പ്രോസസ്സാണ് അല്ലേ? അപ്പോൾ റിവിഷൻ പ്രോപ്പറായിട്ട് നടത്താതെ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യും. ഇനിയും അടുത്ത പോയിന്റ് എന്താണ്? ഒരു സബ്ജക്റ്റിൽ തന്നെ നിരവധി റിസോഴ്സസ് നോക്കുന്നത്. ഇനി അങ്ങനെയുള്ള ഒരു സമയമില്ല. അത് നിങ്ങളുടെ പഠനത്തിന് ഒരുപാട് ലാഗ് അടുപ്പിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇവിടെ നിന്ന് നോക്കും, ആദ്യം യൂട്യൂബിൽ നിന്ന് നോക്കും, അത് കഴിഞ്ഞ് കുറച്ച് നേരം പുസ്തകം വായിക്കും, അത് കഴിഞ്ഞ് വേറെ ഒരു ഓൺലൈൻ ക്ലാസ് കാണും. അങ്ങനെ പല മൾട്ടിപ്പിൾ സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടൻറ്റ് വേണ്ട എന്നല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഇനിയുള്ള ഒരു 60 ദിവസം 65 ദിവസം നമുക്കിത് സിസ്റ്റമാറ്റിക് ആകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഇങ്ങനെ അണയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ക്രിസ്പി ആയിട്ട് ഏറ്റവും വേണ്ട കണ്ടൻറ്റ് അത്യാവശ്യം കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ പഠനം സെറ്റ് ചെയ്ത് വെക്കാൻ. ഇതെല്ലാം ഞാൻ സ്വയം ചെയ്ത് പഠിച്ച് മുന്നോട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതെന്താവില്ല, സക്സസ് ആവില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. എല്ലാം സ്വയം കണ്ടെത്തി, നോട്ടുകൾ കണ്ടെത്തി, NCERT കണ്ടെത്തി, SCERT കണ്ടെത്തി. പക്ഷേ ഈ 60 ദിവസം അല്ലെങ്കിൽ 65 ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അടുത്ത പോയിന്റ് നമ്മുടെ സ്റ്റഡി പ്ലാനാണ്. ആരുടെയോ സ്റ്റഡി പ്ലാൻ നമ്മൾ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. ഇംപ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആയിരിക്കരുത് നിങ്ങളുടേത്. അതായത് നമുക്കറിയാം ഇതിൻ്റെ മാർക്ക് എവിടെ വെയിറ്റേജ് വരണം. ആ മാർക്ക് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളെ നമ്മൾ ആദ്യം ഉൾപ്പെടുത്തണം ഇല്ലേ? മാർക്ക് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് നമുക്ക് പ്രയാസമാണ്, ഞാൻ കൺസിഡർ ചെയ്യാതിരിക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, നിങ്ങൾ 4 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കാൻ എടുക്കുന്നത്. പക്ഷേ പഠിക്കാൻ കിട്ടുന്ന 4 മണിക്കൂറും നമ്മുടെ സ്റ്റഡി പ്ലാനകത്ത് നമ്മൾ 8 മണിക്കൂർ കയറ്റിയിട്ടും ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്തായിരിക്കണം? പ്രോപ്പർ ആണെന്ന് എൻഷുർ ചെയ്യുക. ഇംപ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായി പോകും. അതൊരു ഗോളായിട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ ഗോൾ എന്തായിരിക്കണം? ഈ പറയുന്നത് നമ്മൾ എഴുതി വെക്കുന്നത് പ്രോപ്പറായിരിക്കണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, സിലബസിനെ വ്യക്തമായി തന്നെ അനാലിസിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളെ, കണക്ക്, ഇംഗ്ലീഷ്, മലയാളം മാർക്ക് നേടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിലിമിനറി ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. ആർട്സ് ആൻഡ് കൾച്ചർ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റാണ് അല്ലേ? കാരണം അവിടെ എന്താ ഉള്ളത്? നമ്മുടെ ആർട്സ് ആൻഡ് കൾച്ചറിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്
നമുക്ക് 10 മാർക്ക് നേടിത്തരും. പക്ഷേ എന്ന് കരുതി ടോപ്പിക്ക് വളരെ വാസ്റ്റാണ്, അത് പഠിക്കേണ്ട സമയമുണ്ട്. ഇനി നമുക്കറിയാം 5 മാർക്കേ ഉള്ളൂ ഐ ടിക്ക് ചോദിക്കുന്നത്. ആ 5 മാർക്ക് ഐ ടിക്ക് നേടുക എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടിയുടെ ക്വസ്റ്റ്യൻസ് നമുക്കൊരു നിലവാരം മനസ്സിലാക്കി കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖല മനസ്സിലാക്കി അത് പഠിച്ചാൽ മതി. കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇംപ്രോപ്പറായിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സിലബസിനെ അനാലിസിസ് ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ പഠനത്തിൽ സി എ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലയോ, ഇനി വരുന്ന പരീക്ഷ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. സി എ പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാവൂ. ദയവ് ചെയ്ത് സി എ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പഠനം എവിടെയും എത്തത്തില്ല. കറണ്ട് അഫയേഴ്സാണ് ഞാൻ ഈ സി എ എന്ന് പറയുന്നത്. സി എ ലാസ്റ്റ് മൊമെൻറ്റിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മാർക്ക് ഗെയിൻ ചെയ്യുക പ്രയാസകരമായിരിക്കും കുട്ടികളെ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള 60 ദിവസം സി എ അപ്ഡേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക. ഓക്കെ, അടുത്ത പോയിന്റ് നമ്മൾ എന്താണ് ചെയ്യരുതാത്തതെന്ന് നമുക്ക് പറഞ്ഞു തരാം. ടെസ്റ്റ് സീരീസ് അവോയ്ഡ് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ കുട്ടികളെ അത് ബുദ്ധിമുട്ടാകും. എന്താണെന്നറിയാമോ, ഇപ്പം തൊട്ടേ ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കണം. ഞാൻ എല്ലാം പഠിച്ചിട്ടേ ടെസ്റ്റ് സീരീസ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ പോർഷൻസ് തീർന്നിട്ടില്ല, ഇനി ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക. ഓക്കെ, അടുത്തത് റിയൽ കോമ്പറ്റിറ്റേഴ്സ്. അതിൻ്റെ കണക്കിനെ പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്ക് വേണം. എത്രയാണ് റിയൽ കോമ്പറ്റിറ്റേഴ്സ് ഉള്ളത്? 4 ലക്ഷം പേര് പരീക്ഷ അപ്ലൈ ചെയ്തു, ഇനി ഞാൻ എന്തിനാ പഠിക്കുന്നത്? അയ്യോ, എനിക്ക് ആ 4 ലക്ഷം പേരോടൊന്നും മത്സരിക്കാൻ പറ്റത്തില്ല, ആകെ ഇത്ര നിയമനങ്ങളാണുള്ളത്. ഇങ്ങനെയാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് പോകുന്നതെങ്കിൽ തെറ്റാണ്. അതിന് പകരം എന്താ ചെയ്യേണ്ടത്, 4 ലക്ഷമോ 40,000 വോട്ടവർ സംഖ്യ ആയിക്കോട്ടെ, അവിടെ പഠിക്കുന്നത് എത്ര ഉദ്യോഗാർത്ഥികളായിരിക്കും? ചിലപ്പോൾ ഒരു 10,000-നും 20,000-നും ഇടയ്ക്കുള്ള സംഖ്യയിലുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിയൽ കോമ്പറ്റിറ്റേഴ്സ് എന്ന് പറയുന്ന കാര്യം കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുക. ആരോടാണ് മത്സരിക്കേണ്ടത്, അവരോട് എങ്ങനെ മത്സരിക്കണം, അവരുടെ അതേ സ്റ്റഡി സ്ട്രാറ്റജി, അവർ ഈ പറയുന്ന സ്റ്റഡി സ്ട്രാറ്റജി തന്നെയായിരിക്കും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങൾക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് എങ്കിൽ ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്യരുത് ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്കിത് കിട്ടുമോ കിട്ടത്തില്ലയോ, അല്ലെങ്കിൽ ഞാൻ എഴുതണോ എഴുതണ്ടായോ, നന്നായി പ്രിപ്പയർ ചെയ്യണോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യവും നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവരുത്. ഇവയൊക്കെ ഉണ്ടാകും, എനിക്കും അറിയാം, ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ അവയ്ക്കൊക്കെ നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടാവണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എപ്പോഴും പ്രിലിമിനറിയുടെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാം 45 തൊട്ട് ഒരു 55-നിടയ്ക്ക് വരുന്ന കട്ട് ഓഫുകളാണ് വരുന്നത്. സോ ആ കട്ട് ഓഫിനുള്ളിൽ വരണമെങ്കിൽ, അതായത് ഒരു പരീക്ഷയുടെ പകുതി മാർക്ക് ഞാൻ നേടിയാൽ മതി, അത് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള കൃത്യമായ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് വേണം എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ പരീക്ഷയെ സമീപിക്കുക. സോ നിങ്ങളുടെ കോൺഫിഡൻസിനെ പറ്റി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും അത് അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നിങ്ങൾ ഡിഗ്രി പാസ്സായത്, നിങ്ങൾ ഈ ഒരു സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസ് അടിപൊളിയായിട്ട് കൂട്ടണം, അതിനുവേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. അടുത്തത് നിങ്ങളുടെ പഠനത്തെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് ഹോട്ട് ടോപ്പിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാത്തത്. ഇനിയും നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റിനെ പറഞ്ഞു, ആ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ പറയുമ്പോഴും ഹോട്ട് ടോപ്പിക്സ് പറയണം. അതായത് ചരിത്രത്തിൽ നിന്ന് എന്താണ് അവിടുത്തെ ഹോട്ട് ടോപ്പിക്സ്. കേരള ചരിത്രമുണ്ട്, ഇന്ത്യൻ ചരിത്രമുണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഞാൻ പറയും നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണ് ഈ വേൾഡ് ഹിസ്റ്ററിയും തുടങ്ങണം. എന്തുകൊണ്ടാണ്? ചെറിയ സമയത്തിൽ മാർക്ക് നേടാൻ സാധിക്കും. കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് നേടാൻ സാധിക്കും. അപ്പം അങ്ങനെ ഓരോന്നിനുമുണ്ട്. ഇപ്പോൾ UN എന്ന് പറയുന്നത് ഒരു ഹോട്ട് ടോപ്പിക്കാണ്. UN എന്തൊക്കെ ഹോട്ട് ടോപ്പിക്കാണ്, UN പഠിക്കുമ്പം ഏതൊക്കെ രീതിയിൽ പഠിക്കണം, അത് അല്ലെങ്കിൽ ചിപ്കോ പ്രസ്ഥാനം പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ എക്കണോമിക്സിലെ ഏതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ്. പണ്ട് പഞ്ചവത്സര പദ്ധതികളും നമ്മൾ മാത്രം പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം അതല്ല. എക്കണോമിക് സർവേകൾ, അല്ലെങ്കിൽ റേറ്റുകളെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്ഷനെ പറ്റി പഠിക്കണം. ഇങ്ങനെ പല കാര്യങ്ങൾ പ്രീ വെയ്ക്യൂല് ഹോട്ട് ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ട്. അവ
തിരഞ്ഞെടുത്ത് ഞാനിപ്പോൾ ടൈം ടേബിൾ തരുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ കൊടുക്കാറുണ്ട്. ഇന്ന ടോപ്പിക്കാണ് ഹോട്ട് ടോപ്പിക്സുകളുള്ളത്, ആ ഹോട്ട് ടോപ്പിക്സുകൾ തന്നെ ആദ്യം കുട്ടികളെ കൊണ്ട് കവർ ചെയ്യണം. സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുമ്പം നമുക്കറിയാം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതിൽ എന്താണ് കുറച്ചധികം ഹോട്ട് ടോപ്പിക്സുകൾ പറഞ്ഞു കൊടുത്ത് അവിടുന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഹോട്ട് ടോപ്പിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ നിങ്ങൾ ഇൻകൺസിസ്റ്റൻ്റ് ആണ് എങ്കിൽ, നിങ്ങൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സ്വപ്നം വളരെയധികം അകലെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത പോയിന്റ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യമാണ്. ഒരിക്കലും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാതെ പോകരുത്. ഇന്ന് പഠിച്ചു നാളെ പഠിക്കത്തില്ല, മറ്റന്നാൾ പഠിക്കും, ഇങ്ങനെ ആയിരിക്കരുത് ഇനിയുള്ള 60 ദിവസം. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുക. എല്ലാവരും പ്രധാനമായിട്ടും ഈ പോയിൻറ്റ്സ് ഒക്കെ ഓർത്ത് വെക്കണം. കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. സ്വയം ഒരു ധാരണ ഉണ്ടാവണം. ഇന്ന് പഠിച്ചു, എനിക്ക് വേണ്ടിയാണ് പഠിക്കേണ്ടത്, എനിക്ക് എൻ്റെ കുടുംബത്തിനെ നന്നായിട്ട് നോക്കാനെങ്കിൽ ഈ ജോലി വേണം. സോ ഞാൻ എന്നോട് തന്നെ ഒരു നീതി പുലർത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി വെക്കുക, ഇന്ന് പഠിച്ചു കഴിഞ്ഞ ശേഷം നാളെ പഠിക്കാനുള്ള ഒരു വില്ലിങ്നെസ് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നീട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും നമ്മളിപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനെ ക്ലാസ് എടുക്കുന്ന അധ്യാപികയാണ് ഞാൻ, ഒരുപാട് സ്റ്റുഡൻസിനെ കാണുന്നതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പലർക്കും ഓവറായിട്ടുള്ള ഫിയറാണ്. അയ്യോ ഇതിനെപ്പറ്റി എന്താകും വരാൻ പോകുന്നത്, നെഗറ്റീവ് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പം ഈ ഓവർ ഫിയർ, നെഗറ്റീവ് തിങ്കിങ്, ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക. അതായത് പഠനം മാത്രമാകരുത്, ഡെയിലി ഒരു എക്സസൈസ് ഉണ്ടാവണം, കുറച്ച് നേരം നടക്കണം, കുറച്ച് നേരം പ്രകൃതിയിൽ ഇറങ്ങി നടക്കണം, പിന്നെ നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവണം. ഇതൊക്കെ നമ്മുടെ പഠനത്തിൽ ആവശ്യമാണ്. നമ്മൾ ഒരേ വിഷനോടുകൂടി മുറിയടച്ചിരുന്ന് ഫുൾ ടൈം നമ്മളിപ്പോൾ മൊബൈലിൽ പഠിക്കുന്നവരായിരിക്കും കൂടുതലും ഉണ്ടാകുന്നത്. അങ്ങനെയാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കണക്ഷനും മറ്റാരുമായിട്ടും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരുപാട് നാൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ വീട്ടമ്മമാർ പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. അവയൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട്, മിസ്സേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്? അപ്പം ഞാൻ പറയുന്നത്, കിട്ടിയാൽ എന്ത് ചെയ്യും അല്ലേ? ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം നോക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പം എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നമ്മൾ പറയേണ്ടത്, കിട്ടിയാലും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ നമുക്കിപ്പം ഫെയിലിയറിനെ പറ്റി ചിന്തിക്കേണ്ട, നമുക്ക് സക്സസ്സിനെ പറ്റി ചിന്തിച്ച് മുന്നോട്ട് പോകാം. എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാവരും പരീക്ഷയെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ പഠനത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇനി നിങ്ങൾ ആരും ആയിക്കോട്ടെ, വീട്ടമ്മയായിക്കോട്ടെ, കോളേജുകളിൽ പോകുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, വേറെ ഒരു ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളായിട്ട്, ഫുൾ ടൈം PSC പഠിക്കുന്നവരാകട്ടെ, അവർക്കൊക്കെയും ഈ ടിപ്സ് എനിക്ക് തോന്നുന്നു സഹായകരമാകുന്ന ടിപ്സുകൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ പഠനം ഇനിയും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ആർക്കെങ്കിലുമൊക്കെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ ഞങ്ങളും സഹായിക്കുന്നുണ്ട്. 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 60 ഡേയ്സിലെ ക്രാഷ് കോഴ്സിൽ ഓരോ പോർഷനും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു മെൻറ്റർ സപ്പോർട്ടോടുകൂടി PSC ലിസ്റ്റിൽ വന്ന ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കും നിങ്ങളുടെ മെൻറ്റർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ സ്റ്റഡി സ്ട്രാറ്റജീസ് കാണും. കേരളത്തിലെ മികച്ച അധ്യാപകർ നിങ്ങളെന്താണോ സബ്ജക്റ്റ്, നിങ്ങളുടെ പരീക്ഷ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് അത് മനസ്സിലാക്കി കൃത്യമായി ക്ലാസ്സുകൾ എടുത്തു തന്ന് നിങ്ങളെ പ്രിലിമിനറി ക്ലിയർ ചെയ്ത് തരുന്ന ഒരു സ്ട്രാറ്റജിയിലേക്കാണ് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടാം. ഇപ്പോഴും സമയം ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ സാധിക്കുന്ന സമയമാണിത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കണക്റ്റിംഗ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കാം, ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇതിലേതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒന്ന് കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കമൻസായിട്ട് പോട്ടെ. പുതിയ വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.